ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്തക്കാലം 4-ാം ഞായറാഴ്ചത്തെ വിചിന്തനത്തിനായി സഭ നിർദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ജനനം മുൻകൂട്ടി അറിയിക്കുന്നതിനായി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന ആമുഖത്തോടെ തുടങ്ങുന്ന വിവരണം, കന്യാജനനം, ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ വ്യക്തിത്വം, ആ ശിശുവിൻ്റെ ജനനത്തിൽ ജോസഫിനുള്ള പങ്ക്, ഈ സംഭവത്തിലൂടെ നടക്കുന്ന പ്രവചനങ്ങൾ പൂർത്തീകരണം എന്നിവയാണ് ഇവിടെ അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ യേശുവിന് മാനുഷികനായ ഒരു പിതാവില്ല. ദൈവമാണ് അവൻ്റെ ഏകപിതാവ്. എന്നാൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ യേശു ജോസഫിൻ്റെ പുത്രനാണ്. ജോസഫ് ആകട്ടെ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനും. ദൂതൻ്റെ നിർദ്ദേശങ്ങൾ ജോസഫ് പൂർണ്ണമായി അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവരണം സമാപിക്കുമ്പോൾ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ നിന്ന് ജനിക്കുന്ന ശിശുവിന് പേരിടുകയും ചെയ്യുന്നതിലൂടെ ജോസഫ് ശിശുവിൻ്റെ പിതൃത്വം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയാണ്. ശിശുവിന് പേര് നൽകുക മാതാപിതാക്കന്മാരുടെ, പ്രത്യേകിച്ചും പിതാവിൻ്റെ അവകാശവും കടമയുമാണ്. പാലസ്തീനായിൽ നിലവിൽ ഉണ്ടായിരുന്ന ആചാരമനുസരിച്ച് വിവാഹം 2 ഘട്ടങ്ങളിലാണ് നടന്നിരുന്നത്. ആദ്യത്തേത് മനസ്സമ്മതം അഥവാ വിവാഹ നിശ്ചയം. വധുവരന്മാർ വിവാഹം ചെയ്യുവാനുള്ള തങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിൽ അറിയിക്കുന്നു. അതിനുശേഷം 1 വർഷത്തിനകം വിവാഹം നടന്നിരിക്കണം. വിവാഹ നിശ്ചയം മുതൽ ഇരുവരും ഒരുമിച്ച് വസിക്കുന്നില്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായി അറിയപ്പെട്ടിരുന്നു. ഈ അവസരത്തിൽ വധു ഗർഭിണിയായാൽ അത് വ്യഭിചാരമായി പരിഗണിക്കപ്പെടും. കുറ്റം തെളിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ശിക്ഷ എന്ന് നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് ജോസഫ് നേരിടുന്ന പ്രതിസന്ധി. ജോസഫിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ബൈബിളിലെ ഏക വിശേഷണമാണ് നീതിമാൻ എന്ന് പറയുക. അവൻ നീതിമാനായിരുന്നു എന്ന്. ഒരു വ്യക്തിയെക്കുറിച്ച് ഭാവാത്മകമായി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിൽ, ഈ നീതിമാൻ എന്ന വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആരാണ് നീതിമാൻ? വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ദൈവത്തോടും സഹജീവികളോടുമുള്ള ബന്ധത്തിൽ പൂർണ്ണമായും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവനാണ് നീതിമാൻ. 1-ാം സങ്കീർത്തനവും 15-ാം സങ്കീർത്തനവും ഇതിന് ഉദാഹരണങ്ങളാണ്. നീതിമാൻ്റെ ഒരു പ്രത്യേകതയായി മത്തായി എടുത്തു കാട്ടുന്നത് മറിയത്തെ അപമാനിതയാകാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. യേശു എന്ന പേരാണ് ശിശുവിന് നൽകിയത്. പാപത്തിൽ നിന്നും ജനത്തെ രക്ഷിക്കും എന്ന വാഗ്ദാനമാണ് പേരിന് പിന്നിൽ. ആ പേരിലാണ് രക്ഷകൻ അറിയപ്പെട്ടതും. എന്നാൽ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ് യേശുവെന്നും അവൻ എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. യേശു, ഇമ്മാനുവൽ എന്നീ 2 പേരുകൾ യേശുവിൻ്റെ വ്യക്തിത്വവും ദൗത്യവും വ്യക്തമാക്കുന്നു. എന്നും നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ് അവൻ. പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ വാഗ്ദാനങ്ങളെ ആധാരമാക്കി ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും രാജാവുമാണ് യേശുവെങ്കിലും അവനെ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ അന്നുണ്ടായിരുന്ന ജനങ്ങൾക്ക് കഴിയാതെ പോയി. അതേസമയം വിജാതിയർ അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. കാത്തിരിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതേസമയം ദൈവം നൽകിയ അടയാളങ്ങൾ വായിച്ചറിഞ്ഞ വിജാതിയർ അവനെ തിരിച്ചറിഞ്ഞു, അവനെ ജീവിതത്തിൽ സ്വീകരിച്ചു.
അസാധ്യമെന്ന് തോന്നിയതും ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിച്ച ജോസഫ് ആ തിരുഹൃദയത്തിന് സസന്തോഷം വഴങ്ങി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും ദൈവത്തിന് സാധ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്കും മുന്നോട്ട് പോകാം. ഏകർത്താവും നാഥനുമായ ക്രിസ്തുവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട്, മുറുകെ പിടിക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.